ഹേ ഗായ്സ്, സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടെല്ല ട്രഫിൾസ് ആണ്. ന്യൂട്ടെല്ല ട്രഫിൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവം പോലെ ഉണ്ടല്ലേ, പക്ഷേ ഇതൊരു കുഞ്ഞു സാധനമാണ് കേട്ടോ. കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതുണ്ടാക്കാൻ ടൈം ആയത് കേട്ടോ. ഇത് ഞാൻ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. നമ്മളിത് വേഫേഴ്സും വെച്ച് ഉണ്ടാക്കുന്നുണ്ട്, ഓരോ ബിസ്ക്കറ്റും വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ച് വേഫേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഫേഴ്സ് എടുക്കുക. ചോക്ലേറ്റ് വേഫേഴ്സ് ആയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം ഞാൻ വേഫേഴ്സ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂട്ടെല്ല നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഓറിയോ ഇതുപോലെ തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. അതും സെയിം സ്റ്റെപ്പാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ ന്യൂട്ടെല്ല ഇട്ടിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് അതും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതൊന്ന് കട്ടിയായി വരാനാണ് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചോക്ലേറ്റ് മാത്രമാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ ബട്ടറോ അതുപോലെ ക്രീംസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാനിത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ച ബോൾസ് എടുത്തിട്ട് നമ്മൾ ഈ ചോക്ലേറ്റിലൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ ഓരോ ബോൾസും റെഡിയാക്കി എടുക്കാം. ഗൈസ്, ഒരു ചോക്ലേറ്റ് ലവേഴ്സിന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടാവും. ഇതേപോലെയായിരുന്നു ഞാനും ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ക്രേവിങ്സ് വരുമായിരുന്നു. കാരണം ഐ ആം എ ചോക്ലേറ്റ് ലവർ ഗൈസ്. സോ ഇത് ആക്ച്വലി റെഡി ആയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണം ഗൈസ്. ഇറ്റ് വാസ് എ സൂപ്പർ, നല്ല ടേസ്റ്റിൻ്റെ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ചെയ്ത് നോക്കണം. ഈസി ടു മേക്കാണ്. പിന്നെ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എൻ്റെ പപ്പയും അമ്മയും. അവർക്കും ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.